നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UDFിന്റെ പുതുയുഗ യാത്രയ്ക്കിടെ കുറ്റ്യാടിയിലുണ്ടായ സംഭവം, അതിന്റെ ദൃശ്യങ്ങൾ ഇടത് അനുകൂല ഹാൻഡിലുകളിൽ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകളിൽ വലിയ രീതിയിലുള്ള ട്രോളുകൾക്ക് പരിഹാസ വിഷയമായി മാറിയിരുന്നു. മാത്രമല്ല ഇപ്പോഴും അതിന്മേലുള്ള ട്രോളുകളൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ച് ഷാഫി പറമ്പിൽ MP രംഗത്ത് വന്നിരിക്കുകയാണ്. മാത്രമല്ല ഒരു വെല്ലുവിളി കൂടി ഷാഫി പറമ്പിൽ നടത്തിയിരിക്കുകയാണ്. ഈ വിഷയങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഷാഫിയുടെ പ്രതികരണം ഇപ്രകാരം: കൊയിലാണ്ടിയിൽ നടന്ന പുതുയുഗ യാത്രയ്ക്കിടെയായിരുന്നു ഇതിനുള്ള മറുപടി ഷാഫി പറമ്പിൽ നൽകിയത്. ഷാഫിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ പ്രസംഗിക്കുന്നില്ല, അതില്ലെന്ന് പറഞ്ഞാൽ ചിലർ പറയും പ്രസംഗിപ്പിച്ചില്ലെന്ന്. അത് സമയത്തിൻ്റെ കുറവാണെന്ന് പറഞ്ഞാൽ അത് വേറെ വാർത്തയാകും. ഇടത് അനുകൂല ഹാൻഡിലുകളിലായി ഏറ്റവും വലിയ ആഘോഷമാണ് കുറ്റ്യാടിയിൽ എന്തോ വലിയ സംഭവം നടന്നു എന്ന രീതിയിൽ ഇടതുപക്ഷക്കാർ അതിനെ വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. കുറ്റ്യാടിയിൽ വലിയ ഒരു സംഭവം നടക്കും. അത് ഇപ്പോഴല്ല, മെയ് മാസത്തിൽ വോട്ടെണ്ണുമ്പോൾ അത് നിങ്ങൾ കാണുകയും ചെയ്യും. കുറ്റ്യാടിയിൽ നടന്ന ചെറിയ സംഭവം ഇങ്ങനെ തള്ളിമറിക്കാൻ മാത്രം CPMകാർക്ക് എന്താ പറ്റിയെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് തനിക്ക് മനസ്സിലായത്, CPM ജാഥ നടത്തുമ്പോൾ അവരുടെ ആളുകൾ തിരിച്ച് ജാഥ നടത്തുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഒഴിഞ്ഞ കസേരയാണ് CPM ജാഥ നടത്തുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ പുതുയുഗ യാത്ര, അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇവിടെ ഒരു ഒഴിഞ്ഞ കസേര ഇല്ലാതെ ജനങ്ങൾ പുതുയുഗ യാത്രയ്ക്ക് എത്തുകയാണ്. അതിനർത്ഥം കേരളത്തിൽ ഒരു പുതുയുഗം സാധ്യമാണ് എന്നാണ്. അത് സാധ്യമാകുമ്പോൾ ഈ ജനതയും തീരുമാനിക്കുന്നു ഒരു UDF MLA കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്നുണ്ടാകുമെന്ന്. ഇത്തരത്തിലാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത്. പുതുയുഗ യാത്രയ്ക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത, ജനങ്ങൾ അത് അംഗീകരിക്കുന്നു, ജനങ്ങൾ ഒഴുകിയെത്തുന്നു. അതിൻ്റെ ഒരു അമർഷമാണ് ഇത്തരത്തിലുള്ള പ്രചരിപ്പിക്കലിലൂടെ അവർ നടത്തുന്നത് എന്നൊരു വിമർശനമാണ് ഷാഫി പറമ്പിൽ MPയുടെ ഭാഗത്തു നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കുറ്റ്യാടിയിൽ എന്തോ വലിയ സംഭവം നടക്കുന്നു എന്ന രീതിയിൽ ഇടത് അനുകൂല പേജുകളൊക്കെ ഈ സംഭവത്തെ, അതായത് സ്റ്റേജിലുണ്ടായ സ്നേഹത്തള്ളൽ, അതായത് ഷാഫി പറമ്പിലിനെ പ്രസംഗിക്കാൻ വിളിക്കുന്നു, പക്ഷേ ഷാഫി പറമ്പിൽ പ്രസംഗിക്കാൻ തയ്യാറാകുന്നില്ല. അതായത് സമയം കുറവായതുകൊണ്ട് മറ്റുള്ളവരെ വിളിക്കൂ എന്ന് പറയുന്നു. പക്ഷേ ഷാഫി പറമ്പിൽ പ്രസംഗിക്കണമെന്ന് സദസ്സിൽ നിന്ന് ആവശ്യമുയർന്നു. ഈ സാഹചര്യത്തിൽ ഈ അധ്യക്ഷനായ വ്യക്തി ഷാഫി പ്രസംഗിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് ഒരു തള്ളി. പക്ഷേ ആ വീഡിയോ ആണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രസംഗിക്കാൻ വേണ്ടി അടികൂടുന്നു, അല്ലെങ്കിൽ തന്നെ ആദ്യം വിളിക്കാത്തതിൻ്റെ നീരസം ഷാഫി പറമ്പിൽ പ്രകടിപ്പിച്ചു വേദിയിൽ എന്നതടക്കമുള്ള രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ കൃത്യമായ മറുപടിയുമായി ഷാഫി പറമ്പിൽ MP രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും UDFിൻ്റെ പുതിയ യാത്രയ്ക്കിടെ കുറ്റ്യാടിയിൽ സ്റ്റേജിൽ വെച്ചുണ്ടായ പിടിവലിയുടേതായി പുറത്തു വന്ന ചില വീഡിയോകൾ AI നിർമ്മിതമാണെന്ന് കോഴിക്കോട് DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ പ്രതികരിച്ചു. ഷാഫി കഴുത്തിൽ പിടിക്കുന്നത് എഡിറ്റഡ് വീഡിയോ ആണെന്നും അതാണ് ഇടത് കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നതും ആണ് എന്ന ആരോപണമാണ് പ്രമോദ് കക്കട്ടിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഷാഫിയെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ ഇപ്പോൾ തന്നെ പരിപാടി വൈകിയതിനാൽ പ്രസംഗിക്കുന്നില്ല എന്ന് ഷാഫി അറിയിച്ചു. ഷാഫി പ്രസംഗിക്കാൻ വിസമ്മതിക്കുന്ന സാഹചര്യം മാത്രമാണ് ഉണ്ടായത്. CPM ഹാൻഡിലുകളിലൊക്കെ ഇതിനെതിരെ വ്യാപകമായ പ്രചരണം നടത്തുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. അങ്ങനെ യാതൊരു സംഭവവും ഉണ്ടായിട്ടില്ല എന്നും പ്രമോദ് കക്കട്ടിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ഷാഫിയെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ ഷാഫി പറഞ്ഞു താൻ പ്രസംഗിക്കുന്നില്ല എന്ന്. ഇപ്പോൾ തന്നെ പരിപാടി ലേറ്റ് ആയിരിക്കുന്നുവെന്നും അതുകൊണ്ട് താൻ പ്രസംഗിക്കുന്നില്ല എന്നും ഷാഫി പറമ്പിൽ പറയുന്നു. പക്ഷെ ഞങ്ങളുടെ ആവശ്യം ഷാഫി പറമ്പിൽ പ്രസംഗിക്കണമെന്നായിരുന്നു. ഇനി കൂടുതൽ പ്രസംഗിച്ചാൽ പരിപാടി മൊത്തം ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ട് വേണ്ടെന്ന് ഷാഫി വിസമ്മതിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം മാത്രമാണ് ഉണ്ടായത്. ഇന്ന് CPM ഹാൻഡിലുകളൊക്കെ ഇതിനെതിരെ വ്യാപകമായ പ്രചരണം നടത്തുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. അങ്ങനെ യാതൊരു സംഭവവും ഉണ്ടായിട്ടില്ല. നവമാധ്യമങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുത്തത് പോലെയുള്ള യാതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഷാഫിക്ക് യാതൊരു നീരസവും ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല കുറ്റ്യാടിയിൽ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും പുതുയുഗ യാത്രയുടെ ജാഥ ക്യാപ്റ്റൻ VD സതീശന് മുൻപായിട്ടായിരുന്നു ഷാഫി സംസാരിക്കേണ്ടിയിരുന്നത്. എന്നാൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ച പ്രമോദ് കക്കട്ടിൽ സതീശനെ സംസാരിക്കാനായി വിളിച്ചു. ഇതോടെ താഴെ നിന്നും അണികൾ ഷാഫി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ നേതാക്കൾക്ക് സമയം കൊടുക്കണമെന്ന് ഷാഫി പറഞ്ഞതോടെ ഷാഫി സംസാരിക്കൂ എന്നായി തർക്കം മൂത്ത് പിടിവലി ആയതിനു പിന്നാലെ ഹ്രസ്വമായി ഷാഫി പ്രസംഗിച്ചു. ഞാൻ പ്രസംഗിക്കാനില്ല, 100-ൽ കൂടുതൽ എണ്ണുമ്പോൾ അതിൽ കുറ്റ്യാടിയും ഉണ്ടാകുമെന്ന് മാത്രമായിരുന്നു ഷാഫിയുടെ വാക്കുകൾ. എന്നാൽ ഇതിനെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ട്രോളിനിടയാക്കി. പറഞ്ഞാൽ പോരെ ഷാഫി, മൈക്ക് വേണമെങ്കിൽ കൊങ്ങയ്ക്ക് പിടിക്കണോ എന്നും, യുഗം ഏതായാലും കോൺഗ്രസ് തന്നെയാണെന്നും, പാവം മുല്ലപ്പള്ളി വീണുവെന്നും, എന്തൊരു ഐക്യം എന്നതടക്കമുള്ള ട്രോളുകളാണ് പ്രത്യക്ഷപ്പെട്ടത്. നേതാക്കളുടെ തിക്കും തിരക്കുമല്ല, ജനങ്ങളുടെ തിക്കും തിരക്കുമാണ് ഇതെന്നായിരുന്നു ഷാഫി പറമ്പിൽ ആദ്യം പ്രതികരിച്ചത്. പിന്നീട് കൊയിലാണ്ടിയിൽ ഒരു വിശദമായൊരു മറുപടി കൂടി ഷാഫി പറമ്പിൽ നടത്തിയിരിക്കുകയാണ്. അതേസമയം VD സതീശനും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്,
അതൊരു ആ ഒരു ഉന്തും തള്ളും ഒരു കുടുംബത്തിലെ കാര്യം പോലെ കണ്ടാൽ മതിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. ഒരു അച്ചടക്ക ലംഘനവും വേദിയിൽ ഉണ്ടായിട്ടില്ല. ജാഥയുടെ ശോഭ കെടുത്താൻ ഇല്ലാത്ത ഒരു കാര്യം ഊതി വീർപ്പിക്കുകയാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ജാഥ വൈകിയതിനാൽ ഷാഫി തന്നെയാണ് വേഗം പ്രതിപക്ഷ നേതാവിനെ വിളിക്കാൻ പറഞ്ഞത്. ആയിരക്കണക്കിന് വോട്ടുകൾക്ക് UDF തോറ്റ മണ്ഡലങ്ങളിൽ ജാഥയ്ക്ക് കിട്ടിയ സ്വീകരണം കേരളീയ സമൂഹം വിലയിരുത്തും. ജാഥയുടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ താൻ നയിക്കുന്ന ജാഥയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല. ജാഥയുടെ ശോഭ കെടുത്താൻ വേണ്ടി ചിലർ ഇല്ലാത്ത വാർത്ത കൊടുക്കുകയാണ്. ഇതൊക്കെ ഒരു വീട്ടിലുണ്ടാകുന്ന പോലെയുള്ള കാര്യമല്ലേ? ഇങ്ങനെ കള്ളം പ്രചരിപ്പിച്ചാൽ കേരളം എങ്ങോട്ടാണ് പോകുക എന്നും വി ഡി സതീശൻ ചോദിച്ചിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയങ്ങൾക്കൊരു വിശദീകരണവുമായി DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം അതിനെ സ്നേഹത്തള്ളൽ എന്നാണ് വിശേഷിപ്പിച്ചത്. അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ വേദിയിൽ നേതാക്കൾ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായിരുന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമെന്ന് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ഷാഫി പറമ്പിൽ പ്രസംഗിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടപ്പോഴുണ്ടായ സ്നേഹൽ തള്ളൽ മാത്രമാണ് അതെന്നും ഉന്തും തള്ളുമായി വ്യാഖ്യാനിക്കരുതെന്നുമായിരുന്നു പ്രവീൺ കുമാറിന്റെ പ്രതികരണം. ജാഥ വൈകിയതിനാൽ പാറയ്ക്കൽ അബ്ദുള്ളയും MK രാഘവനും സംസാരിക്കട്ടെ എന്ന് ഷാഫി പറമ്പിൽ പറയുകയായിരുന്നു. ഷാഫിക്ക് നീരസം ഉണ്ടായിട്ടില്ല. ഷാഫി സംസാരിക്കണമെന്ന് വീണ്ടും വീണ്ടും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. അപ്പോൾ തന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് ഒരു തള്ളൽ, അതായത് സ്നേഹത്തിലുള്ള ഒരു തള്ളലാണ് ഷാഫി പറമ്പിൽ നടത്തിയത്. സ്നേഹത്തള്ളിനെ ഉന്തും തള്ളലും ആക്കരുത്. വേദിയിൽ ആരും വീണിട്ടില്ല. പ്രത്യേകിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ ഒരു ഉന്തും തള്ളലിനുമിടെ താഴെ വീണു എന്ന തരത്തിലുള്ള ഒരു പ്രചരണമൊക്കെ നടന്നിരുന്നു. എന്നാൽ അത്തരത്തിൽ ആരും വീണിട്ടില്ല എന്നും DCC പ്രസിഡന്റ് വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്തിനാണ് മാധ്യമങ്ങൾ ഇത്തരത്തിൽ സത്യമല്ലാത്ത അല്ലെങ്കിൽ വാസ്തവവിരുദ്ധമായ വാർത്ത കൊടുക്കുന്നത്? അത്തരത്തിൽ വാർത്ത കൊടുക്കരുത്. വാസ്തവവിരുദ്ധമായ വാർത്തകളാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വന്നതെന്നും പ്രവീൺ കുമാർ വിമർശിച്ചു. ദയവായി ഈ ഒരു വിഷയത്തിന് പിന്നാലെ പോകരുത്. ജാഥയുടെ പോസിറ്റീവ് കാര്യങ്ങൾ ചർച്ച ചെയ്യൂ. ഇന്നലെ രാത്രി 10 മണിക്ക് ജാഥ അവസാനിക്കുമ്പോൾ വരെ 3 മണിക്കൂർ വൈകിയെത്തിയ ജാഥയ്ക്ക് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതികരണമാണ് കിട്ടിയത്. ജനപങ്കാളിത്തം അതൊക്കെയാണ് ചർച്ചയാക്കേണ്ടത്. എത്ര ജാഥ കടന്നുപോയി? തൊട്ട് മുൻപൊരു ജാഥ കടന്നുപോയില്ലേ? ജാഥയാവട്ടെ, കൺവെൻഷനാകട്ടെ, യോഗമാകട്ടെ, സമയം വൈകിയെത്തുമ്പോൾ സംഘാടകർ ഒരുമിച്ചിരുന്ന് ചില തീരുമാനങ്ങൾ എടുത്ത് ഭേദഗതി വരുത്തും. ആ ഭേദഗതി ഇങ്ങനെ വാർത്തയാക്കിയാൽ എന്താണ് ചെയ്യുക എന്നും K പ്രവീൺ കുമാർ ചോദിച്ചിരുന്നു. മാത്രമല്ല, ജാഥയുടെ ശോഭ CPM സൈബർ ആക്രമണം നടത്തി നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും പ്രവീൺ കുമാർ വിമർശിച്ചിരുന്നു. എന്തായാലും ഈ ജാഥയ്ക്കിടെ വേദിയിലുണ്ടായ സംഭവ വികാസങ്ങൾ അത് ഇടതനുകൂല ഹാൻഡിലുകളിൽ വലിയ രീതിയിലുള്ള ആഘോഷമാകുന്നു. അതിനെല്ലാം കൃത്യമായ മറുപടിയുമായി ഷാഫി പറമ്പിൽ MP രംഗത്ത് വരുന്നു. അത് നീരസം പ്രകടിപ്പിച്ചതല്ല, തനിക്ക് സംസാരിക്കാൻ ഇല്ലാത്തതുകൊണ്ടായിരുന്നു. താൻ സംസാരിച്ചാലും പ്രശ്നം, സംസാരിച്ചില്ലെങ്കിലും പ്രശ്നം. എന്തായാലും കുറ്റ്യാടിയിൽ എന്തോ വലിയ സംഭവം നടന്നു എന്ന രീതിയിൽ ഇടതുപക്ഷം അതിനെ പ്രചരിപ്പിക്കുന്നു. എന്തായാലും വോട്ട് എണ്ണുമ്പോൾ കുറ്റ്യാടിയിൽ വലിയൊരു സംഭവം നടക്കുമെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞു വയ്ക്കുന്നത്. അത് വലിയൊരു വെല്ലുവിളിയായി കൂടി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.